നമസ്കാരം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വി ഡി സതീശൻ മുൻപിൽ നിൽക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. വി ഡി സതീശൻ അതിനുള്ള അർഹതയുണ്ട്, അദ്ദേഹം പണിയെടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രമേശ് ചെന്നിത്തലയ്ക്ക് അയോഗ്യതയുണ്ട് എന്ന് പറയുന്നതിനോടാണ് എതിർപ്പുള്ളത്. കെ സി വേണുഗോപാൽ വളഞ്ഞ വഴിയിലൂടെ ആ പദവിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് ഉചിതമല്ല. പക്ഷേ MLA-മാരുടെ പിന്തുണയെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും എന്ന ചോദ്യവും ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ വി ഡി സതീശൻ്റെ ഇപ്പോഴത്തെ പിന്തുണ കാണുമ്പോൾ അറിയാതെ ഭയം തോന്നുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ ഈ വാദം ഉന്നയിക്കുന്നത് എന്ന് സംശയമുണ്ടാവുന്ന തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഒരു അവതാരമായി വി ഡി സതീശൻ മാറിക്കുന്നതോ അപകടകരമാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇസ്ലാമിക ശക്തികൾക്ക് എന്താണ് ഇത്രമാത്രം താല്പര്യം? ഞാനത് വെറുതെ പറയുന്നതല്ല. ആബിദ് അടിവാരത്തെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായില്ലെങ്കിൽ കേരളം സ്തംഭിക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നു. ജമാഅത്ത് ഇസ്ലാമി വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ നാട് സ്തംഭിപ്പിക്കും എന്ന് വെല്ലുവിളിക്കുന്നു. മീഡിയ വൺ ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് വി ഡി സതീശൻ ഡൽഹിയിൽ ചെല്ലുന്നത്. അവിടെ നിന്നും കേരള ഹൗസിലെത്തിയ വി ഡി സതീശനെ സ്വീകരിക്കാനെത്തിയത് ഡൽഹിയിലെ MSF-കാരാണ്, മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. അവർ ആവേശത്തോടെ വി ഡി സതീശനെ സ്വീകരിക്കുന്നു. വി ഡി സതീശന് തൊട്ടു പിന്നാലത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ അവർ കൂവി വിളിക്കുന്നു. സണ്ണി ജോസഫിനെ അപമാനിക്കുന്നു. സണ്ണി വക്കീൽ ഒരു ചെറിയ പുഞ്ചിരിയോടെ കടന്നുപോയി. ഇത് ഗുരുതരമായ അപകടാവസ്ഥയാണ്. ഇത് തികച്ചും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ മുസ്ലിം ലീഗിനോ മുസ്ലിം യൂത്ത് ലീഗിനോ മുസ്ലിം സ്റ്റുഡൻസ് ലീഗിനോ ഒരു റോളുമില്ല. ഇപ്പോൾ ഇവർ കാട്ടുന്ന ഈ ആവേശം അത് അപകടകരമാണ് എന്ന് മാത്രമല്ല, ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘികൾ മുമ്പോട്ട് വെച്ച പ്രധാന ആയുധം. UDF-ൻ്റെ ഭരണം വന്നാൽ ഇവിടെ മുസ്ലിം ഭരണമാണ്, ഇവിടെ ലീഗിൻ്റെ ഭരണമാണ്, അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് നീതി നിഷേധിക്കും എന്ന് അതിശക്തമായ പ്രചരണം സംഘികൾ നടത്തുന്നു. ആ പ്രചരണം CPM ഏറ്റെടുക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ പ്രസ്താവനകളെ AK ബാലനെ പോലുള്ളവർ മതേതരത്വത്തിന് ഭീഷണിയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു. LDF അധികാരത്തിൽ നിന്ന് പോയാൽ ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കും എന്ന തരത്തിൽ സംഘപരിവാറുകാർ പ്രചരിപ്പിച്ചത് ശരിയാണ് എന്ന് തോന്നുന്ന സാഹചര്യം ആദ്യം തന്നെ രൂപപ്പെടുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഇസ്ലാമിക ആൾക്കൂട്ടമാണോ, ഇനി അഥവാ ഘടകകക്ഷിയായ മുസ്ലിം ലീഗാണോ? ഇത് തീർച്ചയായും അപകടം പിടിച്ച പ്രവണതയാണ്. സതീശൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പണിക്ക് കൂട്ടുനിൽക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, സ്വയം കുഴി തോണ്ടുകയാണ്. ഇപ്പോൾ ആവേശത്തിന് സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻ കണ്ട് ആവേശം കൊണ്ട് പലരും സതീശനൊപ്പം നിൽക്കുന്നുണ്ടാവും. ആ ആവേശക്കാർക്ക് പിന്നീട് കാര്യം പിടികിട്ടും. ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? എന്നെ ഞെട്ടിച്ച മറ്റൊരു സംഭവമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ രംഗപ്രവേശം. എവിടെയെല്ലാം മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നുവോ അവിടെയെല്ലാം ഇടപെട്ട് കുളമാക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താന് ശീലമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാ പൂട്ടാൻ എന്തെങ്കിലും ചെയ്യുകയാണ്. ഭാഗ്യം കൊണ്ട് MP ആയൊരു മനുഷ്യനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഹൈന്ദവ വോട്ടുകളെ ഫോക്കസ് ചെയ്തായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പ്രവർത്തനം. നെറ്റിയിലൊരു കുറി തൊട്ട് മാത്രമായിരുന്നു ഉണ്ണിത്താൻ നടന്നിരുന്നത്. എന്നാൽ ഉണ്ണിത്താൻ യാദൃച്ഛികമായി 2019 കാസർഗോഡ് സീറ്റ് കിട്ടുന്നു. നെറ്റിയിലെ കുറി മായിച്ചു പോയ ഉണ്ണിത്താൻ അവിടെ ചെന്നതോടെ മുസ്ലിമുകളെക്കാൾ വലിയ ഇസ്ലാമിക ഭക്തനായി മാറുന്നു. അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. തനിക്ക് വഴങ്ങാത്ത അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പോലും അഭിപ്രായം പറയും. ഹിന്ദു വിശ്വാസത്തെ തള്ളി പറയും. ഇന്നിപ്പോൾ ഇത് ഒരു കാര്യവുമില്ലാതെ കുഴൽനാടൻ്റെ പുറത്ത് കയറുന്നു. കുഴൽനാടിന് എന്ത് യോഗ്യതയാണ് ലീഗിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാൻ എന്നാണ് ഉണ്ണിത്താൻ്റെ സംശയം. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് ഒരു സ്റ്റേ ഉണ്ട്. പക്ഷേ MLA-മാരുടെ മാത്രം പോരല്ലോ. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗിന് ഇടപെടാൻ എന്താ അവകാശമെന്ന്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP-യാണ്. ഞാൻ കാസർഗോട്ടെ MP-യാണ്. സുധാകരൻ കണ്ണൂർ MP-യാണ്. ഷാഫി പറമ്പിൽ വടകര MP-യാണ്. ശ്രീ അനിൽകുമാർ വണ്ടൂർ MLA-ആണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളത്? കാരണം ലീഗ് UDF-ൻ്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അവർക്കത് പറയാം, രഹസ്യമായും പറയാം, പരസ്യമായും പറയാം. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്ക്. അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുടപിടിക്കും എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. കുഴനാടൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്.
കുഴൽനാടൻ ഒരു കോൺഗ്രസ് നിയമസഭാംഗമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു പാർട്ടി ഇടപെട്ടാൽ, അതും നിർണായകമായൊരു സാഹചര്യത്തിൽ ഇടപെട്ടാൽ, അതിനെ എതിർക്കാൻ തൻ്റെ ഇടമുള്ള കോൺഗ്രസ് ശ്രമിച്ചെന്ന് വരും. തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ അടിമകൾക്ക്, എന്തിനേറെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ മുസ്ലിം ലീഗിൻ്റെ അടിമകൾക്ക് അത് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ കുഴൽനാടൻ തൻ്റെ അന്തസ്സ്, തൻ്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചതിൽ എന്താണ് തെറ്റ്? പറയൂ, കുഴൽനാടൻ ചെയ്ത കുറ്റം എന്താണ്? ഇത്രയധികം ലീഗിനെ പ്രകോപിപ്പിച്ചത് എന്താണ്? ഇത്രയധികം ലീഗ് പൊട്ടിത്തെറിച്ചത് എന്തിനാണ്? ഇത്രയധികം ലീഗ് കുഴൽനാടനെതിരെ ജാഥ നടത്തുന്നത് എന്തിനാണ്? ഇത്രയധികം കുഴൽനാടനെ വെല്ലുവിളിക്കുന്നത് എന്തിനാണ്? കുഴൽനാടൻ ലീഗിൻ്റെ കുറ്റം പറഞ്ഞോ? കുഴൽനാടൻ ഇസ്ലാമിന്റെ കുറ്റം പറഞ്ഞോ? കുഴൽനാടൻ പറഞ്ഞത് ഇങ്ങനെയാണ്: മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ UDFന്റെ നട്ടെല്ലാണ്. എപ്പോഴൊക്കെ UDFനോ അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസിനോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ആ UDFന്റെ കെട്ടുറപ്പിന് വേണ്ടി മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മുസ്ലിം ലീഗിന് എപ്പോഴൊക്കെ മുസ്ലിം ലീഗിനെ ഈ തെരുവിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴൊക്കെ മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും പ്രതിരോധം തീർത്ത പാർട്ടിയാണ് കോൺഗ്രസ്. രണ്ടുപേരും സഹോദരങ്ങളെ പോലെ അത്ര ഐക്യത്തിലും ഇഴയടുപ്പത്തിലും പോകുന്ന പാർട്ടിയാണ്. അവരെന്തെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയുമോ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം കോൺഗ്രസ് ആരോടും പറയൂ? അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്ന ആളാകണം, RSPയുടെ മന്ത്രി ഇന്ന ആളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്ന ആളാവുന്നതാണ് നല്ലത്, മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയോ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. കുഴൽനാടൻ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ്. അതിൽ ലീഗോ മറ്റൊരു പാർട്ടിയോ ഇടപെടേണ്ട. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. ഈ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? UDF ആണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെങ്കിൽ കുഴൽനാടനെ വിമർശിക്കുന്നതിൽ തെറ്റുണ്ട്. UDF അല്ല, കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്താൽ അത് അംഗീകരിക്കേണ്ട ബാധ്യതയാണ് ലീഗിനുള്ളത്. അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട അധികാരം കോൺഗ്രസ് പാർട്ടിക്കും ഉണ്ടാവണം. ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയധികം തെരുവിലിറങ്ങാനുണ്ടായത് എന്താണ്? വേണമെങ്കിൽ പ്രതിഷേധിക്കാം, പക്ഷെ തെരുവിലിറങ്ങാനും മുദ്രാവാക്യം വിളിക്കാനും വെല്ലുവിളിക്കാനും തോൽപ്പിക്കാനും പറയാനും ഒക്കെ എന്താണ് സംഭവിച്ചത്? ലീഗിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടരുതെന്നാണോ? ഒരാളും അവനവൻ്റെ അവകാശത്തെക്കുറിച്ച് ബോധമുണ്ടാവരുതെന്നാണോ? അങ്ങേയറ്റം കഷ്ടമാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. മതമാണ് വലുത്. 10 വർഷം നഷ്ടപ്പെട്ടു പോയതൊക്കെ പിടിച്ചു പറിക്കാനാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ KM ഷാജി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. VD സതീശൻ ഇതിൽ നിന്നു കൊടുക്കരുത്. VD സതീശൻ സ്വയം കുഴി തോണ്ടരുത്. 63 സീറ്റ് നേടിയിട്ടും ലീഗിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ അസ്തിത്വം നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ?